all of you and thank you for being here today. And thank you, my dearest sisters and brothers, for waiting for me in this heat and coming here to listen to what I have to say. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നേതാക്കളെ, കർണാടകയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നേതാക്കളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉഷാ വിജയൻ ഉൾപ്പെടെ എല്ലാവരെയും, പ്രത്യേകിച്ച് എന്നെ കാത്ത് മണിക്കൂറുകളോളം ഇവിടെ കാത്തു നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. I have been your MP now for 1.5 years. ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് MP ആയിട്ട് 1.5 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. First of all, I want to thank you because for me it's really an honor to represent you in Parliament. ആദ്യമേ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ സാധിക്കുക എന്നത് വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ്. My brother Rahul ji used to tell me how happy he feels when he comes to Wayanad. എൻ്റെ സഹോദരൻ രാഹുൽ ജി പറയാറുണ്ട് എത്ര സന്തോഷവാനാണ് അദ്ദേഹം വയനാടിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ. When sometimes I used to call him and say, where are you? You are sounding very happy. Say, I'm in Wayanad. ഇടയ്ക്കിട്ട് അദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷവാനായി ഞാൻ വയനാടാണെന്ന് അദ്ദേഹം മറുപടി പറയും. So I used to wonder at that time, what is it that makes him so happy? ആ സമയങ്ങളിൽ ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കാറുണ്ട്, എന്താണ് അദ്ദേഹത്തെ രാഹുൽ ജിയെ ഇത്രമാത്രം സന്തോഷവാനാക്കുന്നതിന്റെ കാരണം. But I have to tell you that now when I'm coming here, I never feel tired. I never feel fed up of, traveling. I always only feel happy. I get welcomed by you with so much affection, so much love. You've opened your hearts, your family, your homes to me. I'm learning so much every day. It's really an experience that I am grateful for. എന്നാൽ ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ, നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എനിക്ക് യാതൊരുവിധ ക്ഷീണമോ ബുദ്ധിമുട്ടോ അല്ല അനുഭവപ്പെടുന്നത്. നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ, ഒരു കുടുംബം എന്ന പോലെ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. Now as your MP, it is my job to know what your problems are. ഇപ്പോൾ ഒരു MP എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക എന്നത്. And I have spent the last 1.5 years moving around, meeting all of you and trying to understand to the best of my ability what your problems are and how I can resolve them. കഴിഞ്ഞ 1.5 വർഷമായി എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ, ഓരോരുത്തരെ കാണുവാൻ, ചേർത്ത് നിർത്തുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. I know that the most important thing for you is the medical college. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് എനിക്കറിയാം. And every time we come in front of you, every time we make speeches, we talk about the medical college. My brother Rahul ji did, I did, and it is our deepest wish to be able to complete this promise for you, to be able to make this into a reality. ഓരോ തവണ രാഹുൽ ജി ആയാലും ഞാനായാലും ഓരോ പ്രസംഗ വേദികളിൽ നിങ്ങളോട് സംവദിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് എന്ന ആവശ്യത്തിനാണ് മുൻഗണന തരാറ്. അത് പ്രാവർത്തികമാക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രഥമ പരിഗണനയും ഏറ്റവും വലിയ ആഗ്രഹവുമാണ്. It is just not right that in this day and age, to get the basic medical care during emergencies, you have to drive all the way kilometers and kilometers to Kozhikode just to get that assistance that you need. നല്ല ആരോഗ്യ പരിരക്ഷ കിട്ടുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം താണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നും ഈ കാലത്തും നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. As your MP, I have made efforts. I have gone and met the central minister. He was kind enough to give 50 seats to have them started and to give that permission that was required after I met him. But it's not enough. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 50 MBBS സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. എന്നാൽ അത് മതിയാകില്ല. ഇനിയും ഒരുപാട് ചുവടുവെപ്പുകൾ അനിവാര്യമാണ്. And one of my greatest frustrations as MP is this, that I want to do a lot of things. We want to solve your problems. We want to be able to help you in so many ways. But we don't have a government in the state.
And because of not having a government in the state and not having a government in the center, everything we want to do becomes like a half measure. എന്റെ ഏറ്റവും വലിയ പരിഭവം എന്ന് പറയുന്നത് ഓരോ വികസന പ്രവർത്തനങ്ങൾ, ഓരോ ചുവടുവെപ്പുകൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് സംസ്ഥാനത്ത് ഭരണമില്ല എന്ന ഒരു വിഷയമാണ്. And for us, who are MLAs, MPs from opposition parties, it becomes very, very difficult and tragic to see how wasted opportunities lie before us. We want to do something, but state government doesn't let us. It's impeding. Purposely they don't do something because this is our constituency. It becomes very painful to see at one level. ഒരു MLA എന്ന രീതിയിൽ, MP എന്ന രീതിയിൽ വയനാടിന്റെ ജനപ്രതിനിധികളായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് സംസ്ഥാന സർക്കാർ, ഭരണകക്ഷിയായ ഇന്നത്തെ സംസ്ഥാന സർക്കാർ നമ്മളെ അതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നത്. So, for example, you have the man-animal conflict. Now, when I go and meet farmers in Mananthavadi area, they will tell me that at one time they used to earn very well by farming. They will tell me that what they grew and their farming work was enough to keep their families prosperous and bring enough money. But now, in the last 10 years, it has become more and more difficult. Animals come out of the jungles, destroy their crops, eat their crops. Government doesn't give adequate compensation. They don't have enough support. They don't have any insurance for their crops. And they find that no matter how hard they work, no matter how much day and night in the heat, in the dust they work, they are unable to make ends meet. മനുഷ്യ വന്യജീവി സംഘർഷം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. മാനന്തവാടി പ്രദേശത്തെ മനുഷ്യരായി സംസാരിക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്യുന്നതിലൂടെ, കൃഷിഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വലിയ പരിധിവരെ സമ്പന്നതയോടുകൂടി, സന്തോഷത്തോടുകൂടി നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്ന കൃഷി ഉൽഭവങ്ങൾക്ക്, കൃഷി വസ്തുക്കൾക്ക് ഒരു പരിരക്ഷയോ ഇൻഷുറൻസോ ഒന്നും ഈ സർക്കാർ നൽകുന്നില്ല. ദിവസം, വർഷങ്ങൾ, 10 വർഷം, ഓരോ വർഷം മുന്നോട്ട് പോകും തോറും മനുഷ്യന്റെ ദുരിതങ്ങൾ കൂടി വരുന്നേയുള്ളൂ. Now this is not an easy problem to solve. It's a very complex, complicated problem. Anybody, no matter which party they are from, if they tell you we'll solve this problem, it's not the truth. It's not an easy problem to solve. But it is a problem that if everybody comes together, the community, the forest department, the state government, all of us politicians from other parties, and there's a strong political will to solve it, meaning that there's a proper deep effort made to involve all those who are concerned with the problem, then a long-term solution can be found for it. ഇത് എളുപ്പത്തിൽ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല, സങ്കീർണമായ ഒരു വിഷയമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. സാമൂഹികമായിട്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റ് വനം വകുപ്പും ഭരണ സംവിധാനങ്ങളും എല്ലാവരും ഒരേ മനസ്സോടെ വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. And at least the adequate support can be given to all those who are suffering due to this problem to be able to manage while this problem is being resolved. ഈ പ്രശ്നങ്ങൾ, ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ കുറച്ച് കൈത്താങ്ങുകൾ തരേണ്ടത് ഒരു സർക്കാരിന്റെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. But if that political will is not there, then what happens is it just becomes a political issue. Then what happens is when LDF is in power, we will protest and we will talk about it. When we are in power, they will protest, but nobody will actually do the work of resolving the problem. ആ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ഈ പ്രശ്നം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ
കാർക്ക് നേതാക്കൾക്ക് പരസ്പരം പഴിചാരാനും പോരടിക്കാനുമുള്ള ഒരു വിഷയം മാത്രമായിരിക്കും. So, as far as I am concerned, I want to find a solution. And I want us all to be able to work together to find that solution. And if we have a state government, I know that we will have the political will to sit down and make all the stakeholders come together and start step by step to finding ways out to helping you deal with what is a huge issue in your lives today. നിങ്ങളുടെ ജീവിതത്തിലെ ഈ വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് കാണണം. അതിന് രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് എതിർപ്പുകളും വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ ഭരണ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ ഈ വിഷയത്തിന് ആഴത്തിൽ ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. So what I am saying is that if we have a government in the state, it will make it much easier for us to operate and to have a sensible and forward-looking plan for not just Mananthavadi but for Wayanad and for the whole state of Kerala. നമുക്ക് ഒരു സംസ്ഥാനത്ത് ഭരണമുണ്ടെങ്കിൽ മാനന്തവാടിയെയും വയനാടിനെയും കേരള സംസ്ഥാനത്തെ തന്നെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്ന എത്രയോ വികസന പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിക്കും. There are lots of tribal communities here. I have visited many of them and I have gone and spoken to them and seen how they live. I have seen how healthcare is practically unavailable, how difficult it is for them to get basic amenities, drinking water, education, how FRA is such a big problem. So many pending applications are there which have still to be processed. ഞാൻ ഒരുപാട് വർഗ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ എനിക്ക് സാധിച്ചു. പ്രായോഗികമായി ആരോഗ്യ മേഖലയിൽ അവർ നേരിടുന്ന പ്രശ്നം, കുടിവെള്ളം പോലും എത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഗോത്ര മേഖലയുടെ ഇടയിൽ. അവരുടെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസം നേടാനായി ഗോത്രവർഗ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം ഓരോ ദിവസവും ഞാൻ ശ്രദ്ധിക്കുകയും അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. Education, employment opportunities are not being given. Because of the lack of employment, there's so much alcoholism. Because of lack of good nutrition, because the tribal traditions are slowly dying out and they're being stamped out. So the traditional forms of nutrition are no longer available. So there's malnutrition, there's anemia. ഈ ഗോത്രവർഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന്റെ അല്ലെങ്കിൽ ജോലി സാധ്യതകൾ, തൊഴിലവസരങ്ങൾ കൃത്യമായി അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമുക്ക് സംവിധാനങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ലഹരിയുടെ ഉപയോഗം, മദ്യപാനം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ മനുഷ്യർ അടിമപ്പെടുന്നത്. വലിയ രീതിയിലുള്ള പോഷകാഹാരക്കുറവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അനീമിയ പോലെയുള്ള രോഗങ്ങൾ അവരെ പിടികൂടുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. I truly believe that tribal culture, tribal traditions have a lot to teach us of the way that the tribal peoples interact with the environment. These are very progressive ideas that the whole world is actually turning to today. And here in our own home, we are allowing them to die out. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും, പ്രത്യേകിച്ച് പ്രകൃതിയുമായി ഇടപഴകുന്ന കാര്യങ്ങളെല്ലാം ലോകോത്തര ശ്രദ്ധ ലഭിക്കുന്നതാണ് നമ്മുടെ ഗോത്രവർഗ മനുഷ്യർക്ക്. പക്ഷേ ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ ആ ഗോത്രവർഗങ്ങൾ ഞെരുങ്ങി അമരുകയാണ്. The UDF is planning to open a tribal university here in Wayanad. UDF സർക്കാർ ഒരു ഗോത്ര യൂണിവേഴ്സിറ്റി വയനാടിന്റെ മണ്ണിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. Especially to be able to preserve traditional languages, the cultures, your ways, and to be able to educate and bring tribal children into a fold of both education and yet to be proud of their culture, to be proud of their traditions, and to be able to live those traditions even today. ഗോത്രവർഗങ്ങളുടെ പൈതൃകത്തെ, സംസ്കാരത്തെ കൂടുതൽ
ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ മക്കളെ കൈപിടിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സമ്പന്നമായ ആ പൈതൃകത്തെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി നമ്മൾ ഉറപ്പു നൽകുന്നത്. We want to improve the facilities for tribal children, and we want to give them a better opportunity to education, and we will also open coaching schools for them, especially for SC/ST children. ഗോത്രവർഗ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെ കാര്യമായി തന്നെ നമ്മൾ പരിഗണിക്കണം. അവർക്ക് വേണ്ടി SC/ST കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ ക്യാമ്പുകൾ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. Look, it's very important to understand today that it's not just Mananthavadi, but the whole state of Kerala which is facing immense problems. Under 10 years of LDF rule, unemployment is at its highest ever. You know how many people have to go to the Middle East to find jobs. And today, even those who are prospering there and with great difficulty spend money to move there, build lives there, and are able to finance their families here, are today facing great difficulties because of the war. ഇവിടെ മാനന്തവാടിയിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ കേരള സംസ്ഥാനത്തെ ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ട് വിദേശത്തേക്ക് മധ്യപൂർവ്വേഷ്യ രാജ്യങ്ങളിലേക്കെല്ലാം കുടിയേറപ്പെടേണ്ട വരുന്ന മനുഷ്യരുടെ അവസ്ഥ, അവിടെ ഒരു ജീവിതം പടുത്തുയർത്താൻ വേണ്ടി അവർ പെടാപ്പാടുപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. The state is burdened by debt. There is rising unemployment. All my sisters sitting here will say when they go to the markets, all they find is rising prices. Day after day, things are becoming more expensive. തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരിമാർക്ക് അറിയാം എത്രമാത്രമാണ് വിലക്കയറ്റം നമ്മളെ ഓരോ ദിവസവും ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന്. Every single community is affected, whether it is a tribal community, whether it is the farming community, whether it is a business community, shop owners, everybody is facing more problems than before. And these problems are only going to multiply now because of the war. ഏത് മേഖല പരിശോധിച്ചാലും, കർഷക മേഖലയായിക്കോട്ടെ, ഗോത്ര മേഖലയായിക്കോട്ടെ, അതുപോലെ വ്യവസായ മേഖലയായിക്കോട്ടെ, ഏതു മേഖലയിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ കൂടുന്നേയുള്ളൂ. ഈ 10 വർഷത്തിനിടയിൽ അവരുടെ പ്രശ്നങ്ങളും ആശങ്കകളും പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. So this is a time of great difficulty, and at this time of difficulty, when you can see that things are only going to worsen, what you need more than anything else is strong, decisive and visionary leadership. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് കരുത്തുറ്റ കാഴ്ചപ്പാടുള്ള ഒരു നേതൃനിരയെയാണ്. The state government has become corrupt. Everybody in Kerala knows how much corruption there is. You go to make a license made, you will face corruption. You have the smallest problem, the smallest dealing with government, you will deal with corruption. ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാം, അടിമുടി അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. And I'll tell you something, sisters and brothers, you give too much power to anybody for too long and you will see most likely they will become corrupt, and their own purpose will becoming how to keep that power. They will forget what gave them the power, and they will forget that power belongs to the people. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ദീർഘനാളത്തേക്ക് അമിത അധികാരം നിങ്ങൾ ആർക്ക് കൊടുത്താലും, ജനമത് ആർക്ക് കൊടുത്താലും അത് വിനാശത്തിലേക്കാണ്, അത് അഴിമതിയിലേക്കാണ് ആ ഭരണകൂടത്തെ നയിക്കുകയുള്ളൂ. ആ അധികാര കസേര എങ്ങനെ നിലനിർത്തണം എന്ന് മാത്രമായിരിക്കും ഒരു പരിധി കഴിഞ്ഞാൽ അവർ ചിന്തിക്കുക. And so what has happened is the chief minister and the leadership of Kerala have become corrupt, and to keep their power now they are making compromises with the BJP. മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും എല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അധികാരം നിലനിർത്താൻ അവർ ചെയ്യുന്നത് BJPയുമായി വിട്ടുവീഴ്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ്.
And unfortunately, the BJP, our Prime Minister, they are even more cowardly. They are even more compromised. They are bowing in front of the Americans, bowing in front of the Israelis. They are making deals with the Americans in which Indian farmers are going to suffer, in which we are going to be forced to buy 9 lakh crores of goods from America. Tariffs will be put on our goods and we will be taking their goods free of taxes because the Prime Minister is compromised on one side, on the other side, your Chief Minister is compromised. So one is bowing down to the Americans and to the Israelis, the other one is bowing down to the Prime Minister. ഒരു വശത്ത് ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അഴിമതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നയങ്ങൾക്ക് മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ട നമ്മുടെ സാധാരണക്കാരായ കർഷകർ ആ നയങ്ങൾ കൊണ്ട് കേന്ദ്ര സർക്കാരും അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറുകൾ കാരണം ബുദ്ധിമുട്ടുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുൻപിൽ തല കുനിച്ച് കോംപ്രമൈസ് ചെയ്തു നിൽക്കുന്ന പ്രധാനമന്ത്രിയെയും മറുവശത്ത് BJPയുമായി പ്രധാനമന്ത്രിയുടെ മുൻപിൽ തല കുനിച്ച് നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. You tell me, how is a small farmer in India who's struggling against all odds to make his living going to compete with the massive farms which are mechanized in the US? നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, ഒരു ചെറുകിട കർഷകൻ, ഇന്ത്യയിലെ ഒരു ചെറുകിട കർഷകൻ എങ്ങനെയാണ് കുത്തകവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വലിയ രീതിയിൽ ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ സാധിക്കുന്ന മറ്റ് കർഷകരായി മത്സരിച്ച് അവിടെ ലാഭമുണ്ടാക്കാൻ സാധിക്കുക? And please understand the most important thing. Who is paying for the cowardice and the compromise of our leadership? You are paying. You are paying every single day. You pay more for LPG every single day. You pay more for all the goods that you have to buy. You earn less from the farming that you do, and from all the businesses that you do. On top of that, now we will have American goods flooding the markets which will be competing with yours. You are going to be paying for these compromises. You are going to be paying because our leadership does not have the guts and the courage to stand up for India and to stand up for India's people. ഭീരുക്കളായ നേതാക്കൾ നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് അതിന്റെ പ്രത്യാഘാതം ആർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? അത് വേറെ ആർക്കുമല്ല പ്രിയപ്പെട്ടവരെ, അത് നമുക്കാണ്. സാധാരണക്കാരായ നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ആ പണം നഷ്ടപ്പെടുന്നത്. LPGയുടെ ഗ്യാസിന്റെ ഉൾപ്പെടെയുള്ള വില കുത്തനെ കയറുമ്പോൾ മറ്റ് വിലക്കയറ്റവും മറ്റ് നികുതി പ്രശ്നങ്ങളെല്ലാം സാധാരണക്കാരായ പൗരന്റെ തലയിൽ വെച്ചുകെട്ടിക്കൊണ്ടാണ് ഭീരുക്കളായ നേതാക്കൾ, ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ആ നേതാക്കളുടെ നയങ്ങളുടെ പ്രത്യാഘാതമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. You think about it. Lakhs and lakhs of our people are stuck in the Middle East. Where was Modi ji 3 days before the war broke out? Where was he? He was in Israel. What was he doing? He was receiving medals from Mr. Netanyahu. That's where he was. 3 days later the war breaks out and all our people are stuck in the Middle East. Does he have a plan? What is his plan to bring them to safety and security? What has he done to protect them? He was sitting there 3 days before. Did he speak to Netanyahu ji about what we should do? About how we can protect the Indians which are in the Middle East? He did not. He went there because of his own cowardice, to protect himself from the Epstein files. So all the leadership of the Kerala is doing, and the leadership of this country is doing, is protecting themselves because they are compromised. And it is enough. You have borne enough in the last 10 years. Now it is time to stand up for yourselves, to make a decision, to bring about change. You don't need a compromised government. You need a courageous government. You don't need a government who will ignore Asha and Anganwadi workers when they are protesting simply for a little bit of raise in their wages for months and months, and then suddenly before the election give them what they want. You don't need a government like that.
You need a government that has the courage to face criticism, that has the courage to face protest, that goes and understands what those Asha Anganwadi workers want, that comes to you, understands what your problems are, helps you to resolve them, and works day and night for you, not for themselves, not for their own corruption, not to stay in power. പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പൗരന്മാർ മധ്യപൂർവ്വ ഏഷ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധത്തിന്റെ സങ്കീർണമായ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടന്നപ്പോൾ 3 ദിവസം മുൻപ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? അദ്ദേഹം ഇസ്രായേലിന്റെ മുൻപിൽ സമ്മാനങ്ങൾ നേടുന്നതിന് വേണ്ടി, ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി നെതന്യാഹുവിന്റെ മുൻപിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് ചിന്തിക്കാൻ പറ്റില്ലേ? സങ്കീർണമായ ഈ യുദ്ധ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ കെണിയിൽപ്പെടാതെ, അപകടത്തിൽപ്പെടാതെ സുരക്ഷിതമാക്കുവാൻ എന്തൊക്കെ നടപടികളാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ഇത്രമാത്രം നമ്മൾ സഹിച്ചത് പോരെ? നമുക്ക് ഈ ഭരണം മതിയാക്കണം. ഈ ദുർഭരണത്തിന് നമുക്കൊരു അവസാനം വരുത്തണം. സാധാരണക്കാരെ മനസ്സിലാക്കാൻ പറ്റാത്ത അംഗൻവാടി ഉദ്യോഗസ്ഥരെ, അംഗൻവാടി ജീവനക്കാരെയും ആശാ വർക്കർമാരുടെയും മിനിമ വേതനം ഉറപ്പുവരുത്താൻ സാധിക്കാത്ത, അവരുടെ ആത്മാഭിമാനത്തിന് വില കൊടുക്കാൻ സാധിക്കാത്ത, വരും തലമുറയുടെ ഭാവിയെ കുറിച്ച് ചിന്തയില്ലാത്ത ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. The UDF has the experience, the understanding and the leadership to give you good governance. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് കൃത്യമായ ധാരണയുണ്ട്. Look at our candidate here, Usha ji. നോക്കൂ, നമ്മുടെ She has won probably the most awards in her work in the panchayat. She works day and night in the service of people, honestly. ത്രിതല പഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്ക് വലിയ അവാർഡുകൾ നേടിയ, സാധാരണ മനുഷ്യന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഉഷാജി. And just like this, we have candidates across Kerala who are dedicated to serve you and to provide you with a better and brighter future. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത്. It's time to move away from politics of divisions and politics which is self-serving, and time to move into a phase of development and prosperity for Kerala. വിഘടനവാദത്തിന്റെ, മനുഷ്യരെ തരംതിരിച്ചു കാണുന്ന ഭരണം അവസാനിപ്പിക്കേണ്ട സമയമാണ്. വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഭരണമാണ് ഇനി വരേണ്ടത്. We know how difficult these last 10 years have been for you and how much you have missed the strong support of your government, and that's why we have taken out 5 guarantees which will be the cornerstone of our policies, but at the same time they are basically designed to give you support to be able to come out of this phase of the last 10 years where you have been left to your own devices. നമ്മൾ അവതരിപ്പിക്കുന്ന 5 ഗ്യാരണ്ടികൾ 10 വർഷം മനുഷ്യർ ബുദ്ധിമുട്ടി, ശ്വാസം മുട്ടി ഈ ഭരണത്തിന് താഴെ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി ഒരു തുടക്കം എന്നോണം പോലെയാണ് നമ്മുടെ 5 ഗ്യാരണ്ടികൾ. The idea behind these guarantees is that the government money belongs to people. It belongs to you. And so, through our schemes, that money should come back into your hands. ഈ ഗ്യാരണ്ടികളുടെ ആകത്തുക എന്ന് പറയുന്നത്, സർക്കാർ എന്ന് പറയുന്നതും ഭരണകൂടം എന്ന് പറയുന്നതും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനും ആ പണം, നികുതി പണം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കേണ്ടതുമാണ്. So the first guarantee which is been successfully implemented in Karnataka is that we will give bus travel throughout the state free of cost to all our sisters in Kerala. കർണാടകയിൽ നടപ്പിലാക്കി വിജയിപ്പിച്ചതാണ് നമ്മുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി. The second guarantee is that all college going girls will get 1000 rupees per month from the government. രണ്ടാമത്തെ ഗ്യാരണ്ടി, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം
സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. Third, the welfare pension for the elderly, for senior citizens, will be 3,000 rupees per month, and we will make a special ministry for senior citizens. മൂന്നാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുന്നതോടൊപ്പം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വൃദ്ധകാലത്തെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് UDF സർക്കാർ രൂപീകരിക്കും. Fourth, we will give 5 lakh rupees of an interest-free loan to all those young men and women who want to start a business of their own. അടുത്തത് പുതിയ യുവാക്കൾക്ക് ഒരു താങ്ങായി തണലായി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പലിശരഹിതമായിട്ടുള്ള 5 ലക്ഷം സ്റ്റാർട്ടപ്പ് ലോണുകൾ UDF സർക്കാർ അനുവദിക്കും. Fifth, every household will get 25 lakh rupees health insurance, meaning that your medical bills, whether it is for surgery, whether it is for medicine, whether it is for anything, up to 25 lakhs will be free of cost for you. ആരോഗ്യരംഗത്ത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് ശസ്ത്രക്രിയ ആയിക്കോട്ടെ, മറ്റ് ചികിത്സാ ചെലവുകൾ ആയിക്കോട്ടെ, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഉറപ്പു നൽകും. Aside from this, for those areas where there is animal-man conflict, which will be declared as hotspots, there will be crop insurance given. മനുഷ്യർ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സങ്കീർണമായ മേഖലയിൽ കൃഷിയിൽ നാശനഷ്ടം സംഭവിക്കുന്നവർക്ക് ഇൻഷുറൻസ് ഉറപ്പുവരുത്തും. We will raise the compensation to 50%. നഷ്ടപരിഹാരം 50% നമ്മൾ ഉയർത്തും. And it will be government policy that you should get this compensation within 7 days. ഇത് ഈ നഷ്ടപരിഹാരം, ഉയർത്തിയ നഷ്ടപരിഹാരം 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരിക്കും. A high level committee of experts will be formed in order to resolve this conflict on a long term basis, and we will start serious work of discussing what steps can be taken and taking those steps to resolve this problem. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി വിദഗ്ധ സമിതിയെ നമ്മൾ ചുമതലപ്പെടുത്തുകയും ആത്യന്തികമായിട്ട് ഈ സങ്കീർണമായ വന്യജീവി സംഘർഷ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കും. And finally, we are committed to bringing more CSR to help create early warning systems along with the community and help the forest department to become stronger in their ability to cope with this problem. മുന്നറിയിപ്പ് സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വനം വകുപ്പിന്റെ ഇടപെടലുകൾ കൂടുതൽ പ്രായോഗികമായി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ CSR ഫണ്ടുകൾ നമ്മൾ കൊണ്ടുവരും. So there is a lot that we want to do, and really a lot that we can do, and we know that we have the will to do it. We need your support. We need you to elect our UDF MLAs so that we can all work together and really truly get a new era for Keralam in which your problems are resolved and you have a brighter and stronger future for your children. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്തു തീർക്കാനുള്ള ഇച്ഛാശക്തിയും നമുക്കുണ്ട്. അതിനൊരു അവസരമാണ് ഇനി വേണ്ടത്. ഉഷാ വിജയൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ വികസനം എന്ന സ്വപ്നത്തിലേക്ക് പടിപടിയായിട്ട് ഉയരാൻ നമുക്ക് സാധിക്കണം. Vote for Usha Vijayan ji so that she and I can both work together for you. ഉഷാ വിജയനെ വിജയിപ്പിച്ചുകൊണ്ട് എനിക്കും ഉഷാ വിജയനും തോളോട് തോൾ ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അവസരം നൽകണം. And I hope to see you again soon when we have a government in Keralam, and then we can start really doing good work for you. Thank you very much once again for coming here and listening to me. And please remember what I said on the 9th when you go to cast your votes. This vote has to be for you, for your children, for the future of Kerala. Thank you. Jai Hind. അങ്ങനെ നിങ്ങൾ കാത്തുനിന്ന് രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ വോട്ടവകാശത്തിലൂടെ ഏപ്രിൽ മാസം 9 നല്ല ഒരു ഗവൺമെന്റ്, നമ്മുടെ സർക്കാർ അധികാര